മലയാളത്തിലെ മധ്യവർത്തി സിനിമകളിലൂടെ പ്രശസ്തരായ സംവിധായകർ, മലയാള ചലച്ചിത്രത്തിൻ്റെ സുവർണകാലത്ത് തിളങ്ങി നിന്ന നക്ഷത്രങ്ങൾ, ഒരു പിടി നല്ല ചിത്രങ്ങൾ നമുക്ക് സമ്മാനിച്ച സംവിധായകൻ കമൽ, സംവിധായകൻ സിബി മലയിൽ അവർ കണ്ടുമുട്ടുമ്പോൾ. സ്വാഗതം. മലയാള സിനിമയിലെ ഒരേ കാലഘട്ടത്തിൽ കടന്നു വന്ന അറിയപ്പെടുന്ന രണ്ട് സംവിധായകർ ആദ്യമായി കണ്ടുമുട്ടിയത് എപ്പോഴാണ്? എനിക്ക് വർഷം മുമ്പ് എന്തായാലും എനിക്ക് തോന്നുന്നത് എൻ്റെ ഓർമ്മയിൽ കമലിനെ കാണുന്നത് ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലാണ്. എനിക്ക് തോന്നുന്നൊരു 84 മുമ്പായിരിക്കും. എനിക്ക് 81 കാലഘട്ടത്തിലാണ്. ഞാൻ പടയോട്ടത്തിൻ്റെയൊക്കെ വർക്കായിട്ട് അവിടെ നിൽക്കുമ്പോഴാണ് 81, 82 ആ സമയം. ഞാൻ ചില്ല് എന്ന് പറഞ്ഞ പടത്തിൻ്റെ വർക്കിലായിരുന്നു ആ സമയത്താണ്. അപ്പോൾ ഇങ്ങനെ കമലിനെ കുറിച്ച് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. കാരണം കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അന്നത്തെ ഒരു മിടുക്കനായ ഒരു അസോസിയേറ്റ് ഡയറക്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് സുകുമാരി ചേച്ചിയാണെന്ന് തോന്നുന്നു ഇങ്ങനെ വന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ പല സെറ്റുകളിൽ പോകുമ്പോൾ അവിടെ കാണുന്ന സുകുമാരി ചേച്ചിക്ക് ഒരു പ്രത്യേക സ്വഭാവമുള്ളത്, എന്തെങ്കിലും ഒരു നല്ല ആക്ടറെയോ ഒരു പ്രോമിസിംഗ് ആയിട്ടുള്ളൊരു ചെറുപ്പക്കാരൻ ഡയറക്ടറെയോ ഒക്കെ കാണുമ്പോൾ അത് മാക്സിമം പബ്ലിസിറ്റി കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ സെറ്റിൽ വന്ന് പെണ്ണ് തോന്നിയത്, മോനെ അവിടെ ഒരു കുട്ടിയുണ്ട് നല്ല മിടുക്കനാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് കമലിനെ പറ്റി ഞാൻ കേട്ടത്. തിരിച്ച് അങ്ങനെ തന്നെയാണ് ഞാനും കേട്ടത്. അതാണ് വേറെ കോമഡി. സിബി എൻ്റെ അടുത്ത്, സിബിനെ പറ്റിയും സുകുമാരി ചേച്ചിയാണ് എൻ്റെ അടുത്ത് ആദ്യം പറയുന്നത്. ആദ്യം ഇതേപോലെ സിബി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിച്ചു തുടങ്ങി എൻ്റെ അടുത്ത്. പെട്ടെന്ന് മാറിപ്പോയതാണ്, മോനെ ഞാൻ സിബിയുടെ സെറ്റിൽ നിന്ന് വരിക, എനിക്കുള്ള പൂച്ചക്കൊരു മൂക്കിത്തിയോ എന്തോ ഒരു പടത്തിൻ്റെ ലൊക്കേഷനിൽ നിന്ന് വരുമ്പോൾ അങ്ങനെ എന്തോ ഒരു സമയത്താണ് സിബിനെ കുറിച്ച് ഇങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു. ഇങ്ങനെ അതേപോലെ എന്നെ പറ്റി സിബിയോട് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആദ്യം കേട്ടറിയുകയാണ് ചെയ്തത്, അതിനുശേഷമാണ് കണ്ടത്. കണ്ടു കഴിഞ്ഞപ്പോൾ രണ്ടുപേരെയും പറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് പരിചയപ്പെടുത്തിയാണ്. അതെ. പിന്നെ കാണുന്നത് ഇതാണ്, ചിത്രാഞ്ജലിയിൽ ഞാൻ ഏതൊരു സിനിമയുടെ വർക്കായിട്ട് നിൽക്കുമ്പോൾ കമലിങ്ങനെ വളരെ എനർജറ്റിക് ആയിട്ടുള്ളൊരു അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് ഇങ്ങനെ ഓടി നടക്കുന്നത് കാണുമ്പോൾ അപ്പോൾ എനിക്കറിയാം ഇതാണ് ആ കമൽ. സുകുമാരി ചേച്ചി പറഞ്ഞ ആൾ. പക്ഷേ ഞങ്ങൾ തമ്മിൽ അങ്ങനെ പരിചയപ്പെടാൻ മറ്റോ ചെയ്തില്ലാന്ന് തോന്നുന്നു. രണ്ടുപേരും രണ്ട് പടങ്ങളിലെ തിരക്കിലായിരുന്നു. പരിചയപ്പെട്ടത് എപ്പോഴാണ് ആദ്യമായിട്ട്? കൃത്യമായിട്ട് ഓർക്കാൻ പറ്റണില്ല അല്ലേ. പലയിടത്ത് വെച്ചിട്ട് കാണുകയും ചിരിക്കുകയൊക്കെ ചെയ്ത് പിന്നെ അങ്ങനെ അങ്ങോട്ട് ക്ലോസ് ആവുകയാണ്. അതെ. 85 ഞാൻ ആദ്യത്തെ സിനിമ ചെയ്യുമ്പോൾ കമൽ 86 ഒരു വർഷം ജൂനിയറാണ് ഞാൻ ഡയറക്ടർ എന്നുള്ള രീതിയിൽ. പക്ഷേ കമലിൻ്റെ മെഴുനീർ പൂവുകൾ കഴിഞ്ഞ് നേരെ ലാല് വരുന്ന എൻ്റെ ലൊക്കേഷനിലേക്കാണ് ദൂരെ കൊണ്ടുപോട്ടാണ്. അതെനിക്ക് ഓർമ്മയുണ്ട്. കമലിന് ലാല് കോട്ടയത്തു നിന്നാണ് വരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ. PN മേനോൻ സാറിൻ്റെ സഹായിയായിട്ടായിരുന്നു സാറിൻ്റെ തുടക്കം. അദ്ദേഹത്തിൻ്റെ കളരി കമൽ എന്ന് പറയുന്ന ഒരു സംവിധായകനെ രൂപപ്പെടുത്തുന്നതിൽ എത്രത്തോളം സഹായിച്ചിട്ടുണ്ട്? ശരിക്കും പറയണമെങ്കിൽ ഞാൻ സിനിമയിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് PN മേനോൻ സാറിൻ്റെ ഗുരുത്വം, അദ്ദേഹം എനിക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഞാൻ ഗുരുവായിട്ട് കാണുന്ന അദ്ദേഹത്തെ തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് അദ്ദേഹത്തോട് ആ ഒരു ബഹുമാനവും സ്നേഹമൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ തമ്മിൽ ഒരുമിച്ചിരിക്കുമ്പോൾ ഒരു വ്യത്യാസം, സിബി ഇതേപോലെ വലിയൊരു കളരിയിൽ നിന്നാണ് വരുന്നത്, നവോദയ എന്ന് പറയുന്ന കളരിയിൽ നിന്നാണ് വരുന്നത്. ഞാൻ കോടമ്പക്കം എന്ന് പറയുന്ന ഒരു കളരിയുണ്ട്, അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം. ഇപ്പോൾ നവോദയ ഉദയ എന്നൊക്കെ പറയുന്ന ഒരു കളരിയാണ്, സിനിമയുടെ ഒരു കളരിയാണ്. മറ്റൊരു കളരിയാണെന്ന് കോടമ്പക്കം എന്ന് പറയുന്നത്. ഞാൻ കോടമ്പക്കത്ത് ചെല്ലുകയും കോടമ്പക്കത്തെ എല്ലാ അഴുക്കുചാലുകളിലൂടെയും ഒക്കെ സഞ്ചരിച്ച് അതിൻ്റെ എല്ലാ ഗുണവും ദോഷവും ഒക്കെ അനുഭവിച്ച് അതിൽപ്പെട്ടതാണ് PN മേനോൻ സാറായിട്ടുള്ള ബന്ധം. മേനോൻ സാറായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ജീവിതത്തിൽ എന്നെ മാറ്റിമറിച്ച് എന്നെ ഷേപ്പ് ചെയ്തതിൽ അദ്ദേഹമായിട്ടുള്ള ബന്ധം വളരെയധികം പ്രയോജനം ചെയ്തിട്ടുണ്ട്. മലയാളത്തിന് ഒരുപാട് സംവിധായകരെയും നടീനടന്മാരെയും ഒരുപാട് ആൾക്കാരെ സംഭാവന ചെയ്തിട്ടുള്ള ഒരു കളരിയാണ് നവോദയ. സാറിൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ സാറിൻ്റെ കരിയറിൽ നവോദയയുടെ പങ്ക് എത്രത്തോളം ഉണ്ട്? നവോദയ കൾച്ചറും കോടമ്പക്കം കൾച്ചറും എന്ന് പറയുന്നതും രണ്ട് ടോട്ടലി ഓപ്പോസിറ്റാണ്. കോടമ്പക്കത്ത് വളരെ ഒട്ടും ഓർഗനൈസ്ഡ് അല്ലാത്ത, അല്ലെങ്കിൽ വളരെ ഇത്തരത്തിലുള്ള ഒരുപാട് കഷ്ടപ്പാടുകളുടെയും കഥകളാണ് കോടമ്പക്കത്ത് നമ്മൾ കേട്ടിട്ടുള്ളത്. പക്ഷേ നവോദയ എന്ന് പറയുന്നത് വളരെ പെർഫെക്റ്റായിട്ട് കോർഡിനേറ്റ് ചെയ്യപ്പെട്ട ഒരു പ്രൊഡക്ഷൻ ഹൗസാണ്. അത് വല്ലാത്ത ഡിസിപ്ലിനും കാര്യങ്ങളുണ്ട്. കോടമ്പക്കത്ത് നേരെ ഇല്ല, അതൊന്നുമില്ല. അവിടെ ജീവിതം തന്നെ ഭയങ്കര ഒരു സ്ട്രഗിളാണ്. എന്നെ സംബന്ധിച്ചോളം എനിക്ക് കിട്ടിയ ഭാഗ്യം എന്ന് പറയുന്നത് നവോദയ പോലെയുള്ള അന്നത്തെ ഏറ്റവും കേരളത്തിലെ തന്നെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പ്രൊഡക്ഷൻ ഹൗസാണ്. കാരണം ആദ്യത്തെ 3 ഡയമെൻഷൻ 71 പോലെ ടെക്നിക്കലിയൊക്കെ വളരെ എക്യുപ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ ഹൗസിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എന്നെ ഏറ്റവും കൂടുതൽ ഒരു ഡയറക്ടർ എന്ന നിലയിൽ, ഒരു ടെക്നീഷ്യൻ എന്ന നിലയിലൊക്കെയും
ഞാൻ എന്തെങ്കിലും മികവ് കാട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് അവിടെ നിന്ന് കിട്ടിയത് തന്നെയാണ്. കോടമ്പകത്ത് നിന്ന് വരുന്നവരിൽ കമലും സത്യനന്ദിക്കാടിനെയും പോലെയുള്ള കുറേ ആൾക്കാരാണ് അതിൻ്റെ ഒരു കൾച്ചറലിയും ഒക്കെ ഒരു തങ്ങളുടേതായിട്ടുള്ള ഒരു എന്താണ് നിലവാരം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് സിനിമയിൽ ഇപ്പോഴും നിലനിൽക്കുന്നത്. ഒരുപാട് പേര് കോടമ്പകത്തിൻ്റെ ആ ഒരു എന്താണ് ഡ്രെയിൻസിൽ വീണുപോയ ആൾക്കാരുണ്ട്. ശരിക്കും മെയിൻ സ്ട്രീമിൽ എത്താൻ പറ്റാതെ അവിടെ തന്നെ ജീവിതം തകർന്നു പോയ ആൾക്കാരുണ്ട്. നമ്മൾ അറിയപ്പെടാത്ത ആൾക്കാരുണ്ട്. ഇപ്പോൾ ഈ ഒരു രണ്ട് കൾച്ചറലിൻ്റെ ഭാഗത്തു നിന്നാണ്. പക്ഷേ കമലിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സ്ട്രഗിളും കാര്യങ്ങളും ഒക്കെ കമലിൻ്റെ ഒരു എന്താണ് മുകളിലേക്ക് എത്താനുള്ള ഭയങ്കര ഒരു ഊർജ്ജമായിട്ട് ചിലപ്പോൾ അതിനെ കണ്ടവരാണ്. ആ ചലഞ്ചിനെയൊക്കെ അങ്ങനെ കണ്ടിട്ട് വന്നവരാണ്. എനിക്ക് കുറച്ചുകൂടെ ഞാൻ നമ്മളീ പറയത്തില്ലേ സ്വർണ്ണ കരണ്ടിയുമായിട്ട് ജനിച്ചു എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു എക്സ്പീരിയൻസാണ് എനിക്ക് എൻ്റെ തുടക്കത്തിലൊക്കെ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വാതിലുകൾ ഇങ്ങനെ തുറന്നു കിട്ടി. തുറന്നു കിട്ടി. നമുക്ക് ആദ്യം തന്നെ ഇത്തരം നിങ്ങൾ അനുഭവിച്ച പോലെ സ്ട്രഗിൾസ് ഉണ്ടായില്ല. പ്രത്യേകിച്ചും നവോദയ അപ്പച്ചൻ സാറും മക്കളും ഒക്കെ ആയിട്ട് എനിക്ക് കുടുംബപരമായിട്ടൊക്കെ അങ്ങ് അടുപ്പവും പരിചയമൊക്കെ ഉള്ളത് കൊണ്ടുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. അന്ന് ഇതുപോലെ കോടമ്പാക്കത്ത് ഈ പറഞ്ഞ പോലെ ഒരു വാതിൽ തുറന്ന് കിട്ടിയിരുന്നെങ്കിൽ മലയാള സിനിമയിൽ ഉയരങ്ങളിൽ എത്താമായിരുന്നു. പക്ഷെ അങ്ങനെ തുറന്ന് കിട്ടാത്തത് കൊണ്ട് എങ്ങും എത്തിപ്പെടാൻ പറ്റിയില്ല. അങ്ങനെ ഓർമ്മയിൽ ആരെങ്കിലും ഉണ്ടോ? ഒരുപാട് പേര്. കാരണം എന്നെക്കാളും കഴിവുള്ളവരും എന്താ പറയുക ഒരുപാട് അംബീഷനുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ കൂടെ താമസിച്ചവരൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ചിലർ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, ജീവിതത്തിൽ നിന്ന് തന്നെ പിൻവാങ്ങിയവരുണ്ട്. ഇപ്പോൾ അതിൽ ഞാൻ പെട്ടെന്ന് ഓർക്കുന്നത് ദിനകരൻ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. അദ്ദേഹം നാടകത്തിലൊക്കെ ഒരുപാട് അഭിനയിക്കുകയും വലിയ നടനാവേണ്ട ഒരാളായിരുന്നു. കണ്ടാൽ മമ്മൂട്ടിയെ പോലെയൊക്കെ തന്നെ ഏകദേശം ഉള്ള ഒരാളായിരുന്നു. മമ്മൂട്ടി ആവുന്നൊക്കെ നമ്മൾ പ്രതീക്ഷിച്ച്, അന്ന് മമ്മൂട്ടിയില്ല, സുകുമാരനെയൊക്കെ പോലെ വലിയ നടനാവുന്നൊക്കെ പ്രതീക്ഷിച്ച ആളാണ്. പക്ഷേ അദ്ദേഹം കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ജോണ്ടിസ് വന്നു. മദ്രാസിൻ്റെ ഇപ്പോൾ കോടമ്പാക്കത്തിൻ്റെ രക്തസാക്ഷിയാണ് പുള്ളി. പക്ഷേ എനിക്ക് കോടമ്പാക്കത്ത് കിട്ടിയത് വേറൊരു തരം സൗഹൃദമാണ്. ഇപ്പോൾ ജോൺ അബ്രഹാം, ഭരതേട്ടൻ, പവിത്രൻ, KG ജോർജ്, അങ്ങനെ പോലുള്ള ആ ഒരു കാറ്റഗറിയിൽപ്പെട്ടുള്ള കുറേ ആൾക്കാരായിട്ടൊരു സൗഹൃദം ഉണ്ടാവുകയും PN മേനോൻ സാറ്, സേതുമാ സാറ് അങ്ങനെയുള്ള ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യാനുള്ളൊരു അവസരം ഉണ്ടായി. സാധാരണ നമ്മൾ കോടമ്പകത്ത് ചെന്നാൽ എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന സിബി നേരത്തെ പറഞ്ഞ വളരെ സോക്കോൾഡ് ആയിട്ടുള്ള സിനിമകളുടെ ഭാഗമായി മാറുക, ഒരു സ്റ്റുഡിയോ ഫ്ലോറുകളിലൊക്കെ ഷൂട്ട് ചെയ്യുന്ന സാധാരണ കച്ചവട സിനിമകളുടെ ഭാഗമായി മാറുക എന്നുള്ളതാണ് മിക്ക ആൾക്കാർക്കും സംഭവിച്ചിട്ടുള്ളത്. പക്ഷേ ഞാനതിൽ നിന്ന് വഴിമാറി നടന്നിട്ടുള്ള ആളാണ്. അതിന് കാരണം ഇങ്ങനെയുള്ള ആൾക്കാരുമായിട്ടുള്ളൊരു സൗഹൃദമാണ്. അതാണ് സത്യത്തിൽ എന്നെ കൊണ്ട് വേറൊരു വഴിയിലേക്ക് എത്തിച്ചത് സിനിമയുടെ. പിന്നെ നേരത്തെ സത്യനന്ദിക്കാടും ഞാനും ഒക്കെ കോടമ്പക്കത്ത് ജീവിക്കുമ്പോൾ ഞങ്ങളെന്നും മലയാളം പത്രം വായിക്കുന്ന ആൾക്കാരായിരുന്നു. അത് വളരെ കുറവുണ്ടായിരുന്നുള്ളൂ. അതൊരു വലിയ സംഭവമാണ്. കാരണം പല പിന്നീട് സംവിധായകരായ പല സഹസംവിധായകരും അന്ന് മദ്രാസിൽ ജീവിക്കുമ്പോൾ മലയാളം പത്രം വായിക്കുകയും മലയാളം പീരിയോഡിക്കൽസ് വായിക്കുന്നവർ, ഇപ്പോൾ മാതൃഭൂമി ആഴ്ചപ്പതിപ്പൊക്കെ വായിക്കുന്നവർ വളരെ കുറവായിരുന്നു. പക്ഷേ എന്നും വൈകുന്നേരം വരുന്ന പത്രത്തിന് വേണ്ടി കാത്തു നിന്നിട്ടുണ്ട് ഞാനൊക്കെ. അപ്പോൾ മുറുക്കാൻകടയിൽ ചില പർട്ടിക്കുലർ മുറുക്കാൻകടയിൽ അത് വരുള്ളൂ. അപ്പോൾ അവിടെ ചെന്ന് നിൽക്കും. അപ്പോൾ പത്രം വന്നിട്ടുണ്ടാവില്ല. അതിനുവേണ്ടി കാത്തുനിന്ന് പത്രം വന്ന് വാങ്ങിച്ചു കൊണ്ടുപോയി വായിക്കുന്നത്. അപ്പോൾ നമ്മുടെ നാട്, നമ്മുടെ നൊസ്റ്റാൾജിയ അതൊക്കെ നമ്മൾ വിടാതെ കൂടെ കൊണ്ടു നടന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു സിനിമയുടെ ലോകത്തേക്ക് വന്നു പെടാനുള്ള കാരണം. മദ്രാസിൽ താമസിക്കുന്ന സമയത്താണോ ത്രാസം എന്ന ചിത്രത്തിന് തിരക്കഥ എഴുതിയത്? ആക്ച്വലി ആദ്യം ത്രാസത്തിന് തിരക്കഥ എഴുതി. അത് ഞാൻ കോളേജ് കഴിഞ്ഞ ഉടനെയായിരുന്നു. കോളേജ് മാഗസിനിൽ എഴുതിയൊരു ചെറുകഥയാണ്. അത് എൻ്റെ അമ്മാവനായിരുന്നു പടിയെന്ന് പറയുന്നത്. അദ്ദേഹമാണ് അത് ഡയറക്റ്റ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്തത്. അദ്ദേഹം അത് കാണുകയും ആ കഥ നമുക്ക് സിനിമയാക്കാടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ തിരക്കഥ ഞാനും അമ്മാവനും കൂടി ചേർന്നിട്ട് ചെയ്തത്. അത് ഷൂട്ട് ചെയ്തിട്ട് അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ മദ്രാസിൽ വരുന്നതും പിന്നെ മദ്രാസിൽ സ്ഥിരതാമസമൊക്കെയാണ് ചെയ്തത്. പിന്നെ അതിൻ്റെ റിലീസൊക്കെ പിന്നെ 2 വർഷം കഴിഞ്ഞിട്ടാണ് സംഭവിച്ചത്. കാരണം അദ്ദേഹത്തിന് പണമില്ലാണ്ടാവുകയൊക്കെ ചെയ്തത്. പക്ഷേ അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ മദ്രാസിൽ വരുന്നത് ശരിക്കും പറഞ്ഞാൽ. സംവിധായകൻ തന്നെ തിരക്കഥ എഴുതുമ്പോൾ അത് ആ ചിത്രത്തിനെ എത്രത്തോളം സഹായിക്കുന്ന സാറിന് തോന്നിയിട്ടുണ്ട്? എനിക്ക് തോന്നുന്നത് ശരിക്കും അതാണ് നല്ലത്. പക്ഷെ എല്ലാവർക്കും അതിന് കഴിയണമെന്നില്ല. പിന്നെ എല്ലാവർക്കും ചിലപ്പോൾ അതിന് സമയം ഉണ്ടാവില്ല. പിന്നെ പലപ്പോഴും വേറൊരു കഥാകൃത്തിൻ്റെ കഥ നമ്മൾ എടുക്കുമ്പോൾ ആ കഥാകൃത്ത് തന്നെ തിരക്കഥ എഴുതുന്ന ആളാണെങ്കിൽ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ തിരക്കഥ നമ്മൾ സ്വീകരിക്കേണ്ടി വരും. ഇപ്പോൾ ലോഹിദാസൊക്കെ അങ്ങനെ വന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ ഞാൻ പറയുക സംവിധായകൻ തന്നെ തിരക്കഥ എഴുതുക എന്നുള്ളതാണ്. പക്ഷെ മലയാളത്തിൽ നമുക്കൊരു പ്രത്യേക ഒരു ഗുണമുണ്ട്. ഇപ്പോൾ ഞാനായാലും സിബി ആയാലും ഞങ്ങൾ കുറേ ആൾക്കാർ ഒരു തിരക്കഥാകൃത്തിൻ്റെ കൂടെ ഇരുന്ന് തിരക്കഥ ഉണ്ടാകുന്നൊരു ഘട്ടത്തിൽ ഞങ്ങളുടെ കോൺട്രിബ്യൂഷൻസ് ഒരുപാടുണ്ട് അതിൻ്റെ അകത്ത്. അപ്പോൾ സംവിധായകൻ്റെ മനസ്സിലൂടെ സഞ്ചരിക്കുന്നൊരു തിരക്കഥയാണ് ഞങ്ങളെയൊക്കെ സിനിമയാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ ആൾ എഴുതിയാലും ഞങ്ങൾക്ക് വലിയ പ്രശ്നം ഉണ്ടാവാറില്ല. ലോഹിതദാസ്, സിബി മലയിൽ കൂട്ടുകെട്ടിൽ മലയാളത്തിൽ ഒരുപാട് ക്ലാസിക്സ് ഇറങ്ങിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വിയോഗം എത്ര കണ്ട് സാറിൻ്റെ ചിത്രങ്ങളെ ബാധിച്ചിട്ടുണ്ട്? വളരെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. കാരണം ഞാൻ എൻ്റെ കരിയറിൻ്റെ ആദ്യത്തെ ഭാഗങ്ങളൊന്ന് ശ്രദ്ധിക്കുമ്പോൾ ഞാനൊരു ഡെഫിനറ്റായിട്ടുള്ളൊരു എൻ്റെ ഒരു കരിയറിൻ്റെ ഒരു എന്താണ് ഞാൻ ഏത് ദശയിലേക്കാണ് പോകുന്നതെന്നുള്ളത് ഡിഫൈൻ ചെയ്യപ്പെടുന്നത്
തനിയാവർത്തനം തൊട്ടാണ്. അതുവരെ ഞാൻ ചെയ്ത സിനിമകളൊക്കെ പല ആദ്യത്തെ മുത്താരം കുന്ന് പിയോ എന്ന് പറയുന്ന ഒരു എന്താണ് ഒരു വില്ലേജ് സറ്റയർ കൈൻഡ് ഓഫ് ഹ്യൂമറാണ്. പിന്നീട് ചെയ്തത് കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഫാമിലിയാണ്. പിന്നെ ചെയ്തത് ദൂരെ കൂടെ വിട്ടാന്ന് പറയുന്നത് വീണ്ടും ഒരു സോഷ്യൽ സറ്റയറാണ്. അത് കഴിഞ്ഞ് വീണ്ടും ഒരു ചെറിയ ഫാമിലി സെൻറ്റിമെൻറ്റ്സ്, ഒരു പൈങ്കിളി ടൈപ്പ് ഓഫ്, അങ്ങനെ ഒരു ഡെഫിനറ്റായിട്ട് ഒരു ഡയറക്ടർ എന്ന നിലയിൽ എൻ്റെ ഒരു പൊസിഷൻ എവിടെയാണെന്ന് ഡിഫൈൻ ചെയ്യപ്പെടുന്നത് തനിയാവർത്തനം എന്ന സിനിമയിലെ. അതിന് കാരണം ലോഹിയും ഞാനുമായിട്ടുള്ള ആ ഒരു കൂട്ടിച്ചേരലാണ്. അപ്പോൾ എനിക്ക് അവിടെയാണ് ശരിക്കുള്ള എൻ്റെ കാലിബറിൻ്റെ ഒരു പൂർണ്ണമായിട്ടുള്ളൊരു എക്സ്പോഷർ ഉണ്ടായത് അവിടെയാണ്. പിന്നീട് ഞങ്ങൾക്ക് തമ്മിൽ ഞങ്ങളുടെ ഇടയിൽ നല്ലൊരു റാപ്പ് ഉണ്ടാകുകയും ഞങ്ങൾ തമ്മിലൊരു കെമിസ്ട്രി രൂപപ്പെടുകയും ചെയ്യുമ്പോഴാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ബോധ്യപ്പെട്ടു ഇത് നമ്മൾ ഒന്നിച്ച് നീങ്ങാവുന്ന ആൾക്കാരാണെന്നുള്ളത്. അങ്ങനെ തീരുമാനിച്ചിട്ടൊന്നുമല്ല, പക്ഷേ ഗ്രാജുവലി അങ്ങ് ഡെവലപ്ഡായി വരികയും ഞങ്ങളുടെ ഒരു ടീം അങ്ങനെ അങ്ങോട്ട് വരികയും ചെയ്യാം. പക്ഷേ ലോഹി മാറിക്കഴിയുമ്പോൾ, ലോഹിയുള്ള സമയത്ത് തന്നെയും ഞാൻ മറ്റ് റൈറ്റേഴ്സിൻ്റെ സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും പൂർണ്ണമായിട്ടും ലോഹിയുടെ ലോഹിയുമായിട്ടുള്ള അസോസിയേഷൻ നിന്നുപോയ ഒരു കാലഘട്ടമാണ് എന്നെ ശരിക്കും വല്ലാതെ ട്രബിളിൽ കൊണ്ടെത്തിച്ചത്. ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്ന അവസ്ഥ. എൻ്റെ സിനിമകളുടെ തന്നെ അതിൻ്റെ ഒരു ഫൈനൽ ഔട്ട്കമ്മിലൊക്കെ നമുക്ക് മനസ്സിലാവും ഇതൊരു വല്ലാത്ത ഒരു വാദർ സപ്പോർട്ട് ഇല്ലാത്തതിൻ്റെ വല്ലാത്ത ഇഷ്യൂസൊക്കെ നമുക്കും ഓഡിയൻസിനൊക്കെ ഫീൽ ചെയ്തൊരു ഘട്ടമാണ്. അപ്പോൾ അതാണ് അങ്ങനെ ഒരു ടീം യോജിച്ച് വരികയും രണ്ട് വ്യക്തികൾ അല്ലെങ്കിൽ രണ്ട് മനസ്സുകൾ, രണ്ട് ചിന്തകൾ ഒന്നിച്ചു പോകുന്ന ഒരു വഴിയിൽ നിന്ന് പെട്ടെന്ന് അതിനൊരു ബ്രേക്ക് ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും പാളം തെറ്റിലുണ്ടാവും. അതാണ് എൻ്റെ കരിയറിൽ സംഭവിച്ച കാര്യം. കമലിനെ സംബന്ധിച്ചിടത്തോളം കമലും ഇതുപോലെ ഒരാളുമായിട്ട് അങ്ങോട്ട് ഫിക്സഡ് ആയിട്ടുള്ള ഒരു വഴിയിൽ പോയില്ല എന്നുള്ളതാണ് കമലിൻ്റെ വേറൊരു രീതിയിലുള്ളൊരു വിധത്തിൽ അത് അഡ്വാൻറ്റേജാണ്. കമൽ ശ്രീനിയുമായിട്ട് സിനിമകൾ ചെയ്തിട്ടുണ്ട്, കമൽ രഞ്ജിത്തുമായിട്ട് സിനിമകൾ ചെയ്തിട്ടുണ്ട്, ജോൺ ബോളുമായിട്ട് ചെയ്തിട്ടുണ്ട്, എല്ലാവരുമായിട്ടും. പിന്നെ ഇതൊരു ഒരു കൂട്ടുകെട്ടുകൾ എപ്പോഴും മലയാള സിനിമയിൽ വലിയ സക്സസ് ഉണ്ടായ ഒരുപാട് കൂട്ടുകെട്ടുകളുണ്ടായിട്ട് പത്മരായ സാറും ഭരതൻ സാറുമായിട്ടുള്ളതുണ്ട്, അരൺ സാറും MT സാറുമായിട്ടുണ്ട്, അല്ലെങ്കിൽ ലൈവി ശശി, ടി രാമകൃഷ്ണൻ, ഇങ്ങനെയുള്ള ഒരുപാട് കൂട്ടുകെട്ടുകൾ വരെയും അത് സക്സസ്ഫുള്ളായി തീരുകയും ഇപ്പം ജോൺ പോൾ, മോഹൻ അങ്ങനെയൊക്കെ പറയുന്ന രീതി വന്നിട്ടുണ്ട്. മറ്റൊരു കമലിൻ്റെ അഡ്വാൻറ്റേജായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കമൽ വളരെ വെറൈറ്റി ഓഫ് ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്, എല്ലാ തരത്തിലും. ഇപ്പോൾ ലലിൻ രാജേന്ദ്രൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്, എ ബി രാജിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്, ഹരികുമാറിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്, അഗസ്റ്റിൻ ജോസഫിനോട് വർക്ക് ചെയ്തിട്ടുണ്ട്, സേതുമാധവൻ സാറിനോട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഏരിയയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ കമലിന് പഠിക്കാനും, ഗുണമായിട്ടും ദോഷമായിട്ടും ചിലപ്പം ചില പടങ്ങളിലൊക്കെ പൂർണ്ണമായിട്ടും കമൽ തന്നെ ഡയറക്റ്റ് ചെയ്യേണ്ട അവസ്ഥയുണ്ട്, പേര് വേറെ ആണെങ്കിൽ പോലും. അപ്പോൾ അതൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആണ്. കുറച്ചുകൂടെ നേരത്തെ വലിയ റെസ്പോൺസിബിലിറ്റി ഇല്ലാതെ തന്നെ കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളൊരു സാധനം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ക്രെഡിറ്റ് കിട്ടുന്നില്ല, അതുകൊണ്ട് തന്നെ അതിൻ്റെ ഗുണവും അതിൻ്റെ ദോഷങ്ങളും ബാധിക്കുന്നില്ല. അതുപോലെ ദാരിദ്ര്യ പ്രൊഡക്ഷനിൽ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. ദാരിദ്ര്യം കാശൊന്നും കിട്ടില്ല, പോയിട്ട് ഷൂട്ടിംഗ് തുടങ്ങി കുറേ ദിവസം കഴിയുമ്പോൾ പ്രൊഡ്യൂസർ മുങ്ങും, എന്നിട്ട് ഞങ്ങളൊക്കെ ലൊക്കേഷനിൽ കിടക്കുക, അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എനിക്ക് ആദ്യകാലത്ത്. വേറൊരു രീതിയിൽ പറഞ്ഞാൽ കമലാണോ ഈ കോൺട്രവേഴ്സി ഉണ്ടാക്കിയെന്ന് വരെ ആ സമയത്ത് പറഞ്ഞു. ഇത് ചെയ്ത ചിലരൊക്കെ പറയുക അത് അവിടെയും ഞാൻ പറഞ്ഞ അവിടെയും അതിനകത്ത് ഇത് മിക്കാറ് കമലുണ്ടാക്കിയത് തന്നെയായിരിക്കും.